ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആണവ നിലയങ്ങൾ. ഓക്കെ, ആണവ നിലയങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആണവ നിലയങ്ങൾ. ആണവ നിലയങ്ങൾ കൈഗ, കർണാടക, കക്രപാറ, ഗുജറാത്ത്, നറോറ, ഉത്തർപ്രദേശ്, കോട്ട, റാവത്ബട്ട്, രാജസ്ഥാൻ, ഇങ്ങനെ ഓരോന്നും ചോദിക്കാറുണ്ട്. താഴെ തന്നിരിക്കുന്ന അതായത് ആണവ നിലയങ്ങളുടെ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് ചോദ്യം തരും. ഓരോന്ന് തന്നിട്ട് അതിൽ തെറ്റായ ജോഡി കണ്ടെത്താൻ വരും. അതല്ലെങ്കിൽ കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടും ചോദ്യം വരും. അപ്പോൾ കൈഗ എവിടെയാണ്? കൈഗ കർണാടക. ഓക്കെ, കൈഗ കർണാടകയിലാണ്. കൈഗ കർണാടക. ഓക്കെ, ഈ സെറ്റുകൾ ഓരോന്നായിട്ട് തന്നെ പഠിച്ചു പോകണം. അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും, ഇനി അതല്ല ബോക്സ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലും, അല്ലെങ്കിൽ ജോഡിയിൽ തെറ്റായത് ശരിയായത് എന്നൊക്കെ ചോദിച്ചു വന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. അപ്പൊ കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. കൈഗ കർണാടക. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. നറോറ ഉത്തർപ്രദേശ്. കക്രപാറ ഗുജറാത്ത് ആണ്. കോട്ട റാവത്ബട്ട് രാജസ്ഥാൻ. നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോവാ, ടെൻഷൻ ആവണ്ട. അപ്പൊ കോട്ട റാവത്ബട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം കൈഗ എവിടെയാണ്? കൈഗ കർണാടകയിലാണ്. കൈഗ ആ കാ വെച്ച് കണക്ട് ചെയ്താൽ മതി. കൈഗ കർണാടക. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കൈഗ കർണാടകയിലാണ്. കൈഗ കർണാടക. അതുപോലെ തന്നെ നറോറ അതിൽ കുറെ ഉണ്ട് അല്ലേ? നറോറ. അപ്പൊ അവിടെ ഉത്തറിന്റെ വെച്ച് കണക്ട് ചെയ്യുക. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. നറോറ ഉത്തർപ്രദേശാണ്. അപ്പൊ കൈഗ കർണാടക, നറോറ വെച്ച് കണക്ട് ചെയ്യുക. ഉത്തർപ്രദേശാണ്. കക്രപാറ ഗുജറാത്ത് ആണ് കേട്ടോ. കക്രപാറ ഗുജറാത്ത് ആണ്. കോട്ട റാവത്ബട്ട് അത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കോട്ട റാവത്ബട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? കോട്ട റാവത്ബട്ട് രാജാവിന്റെ കോട്ട എന്നാലോചിച്ചാൽ മതി. കോട്ട രാജാവ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തൂടെ? കോട്ട രാജാവ് എന്നത് കണക്ട് ചെയ്യുക. കോട്ട രാജാവ്. ഓക്കെ, കോട്ട റാവത്ബട്ട് എങ്ങനെ കണക്ട് ചെയ്യുക? കോട്ട രാജാവ് എന്നത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോട്ട രാജസ്ഥാൻ. ഓക്കെ, കോട്ട റാവത്ബട്ട് രാജസ്ഥാൻ. രാജ. ഓക്കെ, രാജ. അതുപോലെ തന്നെ ഇവിടെ കോട്ട. ഓക്കെ, കോട്ട എന്താണ്? രാജാവിൻ്റെ കോട്ടയാണ്. രാജാവിൻ്റെ കോട്ട അങ്ങനെ കണക്ട് ചെയ്തോടെ. രാജാവിൻ്റെ കോട്ട എന്ന് കണക്ട് ചെയ്താൽ അത് നമുക്ക് കിട്ടും. രാജാവിൻ്റെ കോട്ട. അപ്പോൾ കോട്ട രാജസ്ഥാൻ. ഓക്കെ, കോട്ട രാജ. പിന്നെ ഇവിടെ എന്താണ്? കോട്ട. ഓക്കെ, അപ്പോൾ എന്താണ്? രാജാവിൻ്റെ കോട്ട. ഇനി ഡൗട്ട് വരില്ലല്ലോ. രാജാവിൻ്റെ കോട്ട എന്ന് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? കോട്ട റാവത്ബട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ നമുക്ക് കോട്ട വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയ ഒന്നുണ്ടല്ലോ, അതായത് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. അതും നമുക്ക് കോട്ട വെച്ച് കണക്ട് ചെയ്യാം. കോട്ട. അപ്പോൾ കോട്ട രാജ്ഞി അല്ലേ? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ഏത്? ശാസ്താംകോട്ട കായൽ. അപ്പോൾ ഈ കോട്ട വെച്ച് കണക്ട് ചെയ്താൽ പോരെ? കോട്ട രാജ്ഞി. ഓക്കെ, അപ്പോൾ രാജ്ഞി എവിടെ ഉണ്ടാവുക? രാജ്ഞി കോട്ടയിലാണ് ഉണ്ടാവുക. അപ്പോൾ ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് അല്ലേ? കായലുകളുടെ രാജ്ഞി. അതും ഇതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോയിക്കോ. അതുപോലെ തന്നെ കേരളത്തിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന അല്ലെ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ എഫ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഫോർട്ട്. ശാസ്താംകോട്ടയാണ്. അപ്പോൾ ഫോർട്ട് വെച്ച് കണക്ട് ചെയ്താൽ അതും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഓർമ്മയുണ്ടോ, കോട്ട വെച്ച് ഇപ്പോൾ എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓർത്തു. അതുപോലെ ഇനി അത് കണക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചാൽ 44 നദികളാണുള്ളത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വലുത്. അത് വെച്ച് കണക്ട് ചെയ്യുന്നത്. വലുത് ഏതാണ്? വേമ്പനാട്ടു കായലാണ്. അതിലും ഒരു വാണ്ട്, വേമ്പനാട്ടു കായൽ. ഓക്കെ, വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അതിൽ വലുതിൽ വാണ്ട്, വേമ്പനാട്ടു കായലിലും വാണ്ട്. ഇനി അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ ശുദ്ധജലത്തിൽ ഒരു ഷാണ്ട്. അതുപോലെ തന്നെ ശാസ്താംകോട്ടയിലും ഒരു ഷാണ്ട്. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം.
അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വലുത് എന്ന് മാത്രം ചോദിച്ചാൽ അവിടെ വാ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏറ്റവും വലിയ ശുദ്ധജലം എവിടെയാണ്? ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് അഷ്ടമുടി കായലാണ് അല്ലെ? അഷ്ടമുടി കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അപ്പോൾ കായലുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കായലുകളെ കുറിച്ചുള്ള പഠനം ചോദിക്കാറുണ്ട്. ഏതാണ്? ലിംനോളജിയാണ് കായലുകളെ കുറിച്ചുള്ള പഠനം എന്നത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി. മണ്ണുകളൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് ഗോൾഡൻ ടോപ്പിക്സ് തന്നെ നമുക്ക് ഉൾപ്പെടുത്തി പഠിക്കാം. പിന്നെ അതിൽ തന്നെ മണ്ണ് വർഷം എപ്പോഴും ചോദിക്കണം. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2015 2015 മണ്ണ് വർഷം. ഡിസംബർ 5 മണ്ണ് ദിനം. ഡിസംബർ 5 മണ്ണ് ദിനമാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അല്ലൂവിയൽ സോയിൽ ആണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. അല്ലൂവിയൽ സോയിൽ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത്? അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ഓക്കെ, ചെങ്കൽ മണ്ണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെങ്കൽ മണ്ണാണ്. അതുപോലെ തന്നെ റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് എവിടെ? കറുത്ത മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണാണ് റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ബ്ലാക്ക് സോയിൽ. അതുപോലെ തന്നെ ഈ കറുത്ത മണ്ണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാറുണ്ട്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാലും കറുത്ത മണ്ണാണ്. കറുത്ത പരുത്തി മണ്ണ് തന്നെ നമുക്ക് പഠിക്കേണ്ട അതിനെ കുറിച്ചിട്ട്. അപ്പം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്, അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതൊക്കെ ഏതാണ്? ബ്ലാക്ക് സോയിലാണ് അഥവാ കറുത്ത മണ്ണാണ്. റിഗർ ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കായലുകൾ പഠിച്ചു. 34 കായലുകൾ. അത് ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലും ഏതാണ്? രണ്ടും വേമ്പനാട്ടു കായലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് വെച്ചിട്ടാണല്ലേ നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ രാജ്ഞി എവിടെയാണ് ഉണ്ടാവുക എന്ന് ആലോചിച്ചാൽ മതി. കോട്ടയിലാണ്. എവിടെയാണ്? രാജാവിന്റെ കോട്ടയിൽ രാജ്ഞി ഉണ്ടാവും, അല്ലെങ്കിൽ രാജാവും രാജ്ഞിയും കോട്ടയിലാണ് ഉണ്ടാവുക. കോട്ട. ഓക്കെ, അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇവിടെ നമ്മൾ കോട്ട എന്തിനാണ് പഠിച്ചത്? ഇവിടെ കോട്ട രാജസ്ഥാൻ, രാജാവിന്റെ കോട്ട റാവത്ത് ഭട്ടാണ്. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും കണക്ട് ചെയ്തതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കായലുകളുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൽ ലിംനോളജി ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതാവും. അങ്ങനത്തെ ഏതെങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ കൈഗ എവിടെയാണ്? കൈഗ കർണാടക. നറോറ വെച്ച് കണക്ട് ചെയ്യുക. നറോറ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. കക്രപ്പാറ എവിടെയാണ്? കക്രപ്പാറ ഗുജറാത്താണ്. കോട്ട റാവത്ത് ഭട്ട് ആരുടെ കോട്ടയാണ്? രാജാവിന്റെ കോട്ട. അപ്പൊ രാജസ്ഥാൻ നമുക്ക് കിട്ടും. കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാനാണ്. കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? കൂടംകുളം കൽപ്പാക്കം തമിഴ്നാടാണ് കേട്ടോ. കൂടംകുളം കൽപ്പാക്കം. അത് രണ്ടും ഒന്നിലാണെന്ന് കിട്ടിയാൽ മതി. അതായത് കൂടംകുളം കൽപ്പാക്കം രണ്ടും ഒന്നിലാണ്. അത് വെച്ച് കണക്ട് ചെയ്താൽ തന്നെ കിട്ടും. എങ്ങനെ കണക്ട് ചെയ്യാൻ അറിയോ? കൽപ്പാക്കം. ഓക്കെ, പാക്കം. അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ തമിഴിൽ എന്തെങ്കിലും പറയുമ്പോൾ, അതായത് ഇങ്ങോട്ട് വാ, ഇന്ത പക്കം വാടാ, അന്ത പക്കം പോടാ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇന്ത പക്കം അന്ത പക്കം. അത് വെച്ച് കണക്ട് ചെയ്താൽ പാക്കം കിട്ടും. കൽപ്പാക്കം, ഇന്ത പക്കം അന്തപക്കം എന്നൊക്കെ വെച്ച് തമിഴ് വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പൊ തമിഴ്നാടാണെന്ന് കിട്ടും. ഓക്കെ, ഇന്ദപക്കം വാട അന്തപക്കം പോട എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്താൽ തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. പിന്നെ താരാപൂർ ജയ്താപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. അതായത് താരം എന്നൊക്കെ പറഞ്ഞ നടൻ. ഓക്കെ, മഹാനടൻ ജയിച്ചതാലോചിച്ചത്. മഹാനടന്റെ ഒരു സിനിമ ജയിച്ചു, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. മഹാനടന്റെ ഒരു സിനിമ, മഹാതാരം. ഓക്കെ, താരം വെച്ചിട്ട് മഹാന്ന് കണക്ട് ചെയ്യുക. മഹാതാരമാണ് അല്ലേ? മഹാതാരം ജയിച്ചു. ഓക്കെ, മഹാതാരം ജയിച്ചു. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ കൈഗ എവിടെയാണ്? കൈഗ കർണാടക. കൈഗ കാ വെച്ച് കണക്ട് ചെയ്യുക. ഇനി എന്റെ കൂടെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് കിട്ടും. കൈഗ കർണാടക. കക്രപ്പാറ ഗുജറാത്ത്. നറോറ വെച്ചിട്ട് നറോറ ഉത്തർപ്രദേശ്. കോട്ട ആരുടെ കോട്ടയാണ്? രാജാവിന്റെ കോട്ട. കോട്ട റാവത്ത് ഭട്ട് ആരുടെയാണ്? രാജസ്ഥാൻ. കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനാണ് കോട്ട റാവത്ത് ഭട്ട്. പിന്നെ നമ്മൾ തമിഴ് വെച്ച് ചെയ്ത് പഠിച്ചു. ഇന്ദപക്കം അന്തപക്കം എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്ത് കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്. പിന്നെ ഏത് പഠിച്ചു? താരാപൂർ അല്ലേ? മഹാതാരം. താരാപൂർ ജയ്താപൂർ രണ്ടും മഹാന്ന് വെച്ച് കണക്ട് ചെയ്യുക. താരം ജയിച്ചു, മഹാതാരം ജയിച്ചു. ഓക്കെ, അപ്പോൾ താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആണവ നിലയങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. കൈഗ എവിടെയാണ്?
കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്ത് ഭട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്, താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അപ്പൊ ഇത് സെറ്റായി. ഇനി എങ്ങനെ ചോദ്യം വന്നാലും കിട്ടുവേ, ആൻസർ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ കൈക കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്, കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാൻ, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്, താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ കണക്ഷനൊക്കെ എങ്ങനെ ഓർക്കുക? കൈക എന്ന് കണ്ട ക ഓലെ ആലോചിച്ചാൽ മതി. കർണാടകയാണ്. ഓക്കെ, കക്രപ്പാറ അത് ഗുജറാത്താണ്. എങ്ങനെയും പഠിക്കുക. കക്രപ്പാറ ഗുജറാത്ത്, കക്രപ്പാറ ഗുജറാത്ത്. നറോറ വെച്ച് കണക്ട് ചെയ്യാം. നറോറ, നറോറ ഉത്തർ. ഓക്കെ, വെച്ച് കണക്ട് ചെയ്താൽ മതി. നറോറ ഉത്തർപ്രദേശാണ്. കോട്ട രാജാവിന്റെ കോട്ടയാണ്. പിന്നെ കോട്ട റാവത്ത് ഭട്ട് രാജസ്ഥാനാണ്. പിന്നെ നമ്മൾ ഏത് കണക്ട് ചെയ്തു? ഇന്ദപക്കം വാട, അന്തപക്കം വാട. അതെന്താണ്? തമിഴാണ് അല്ലേ? അപ്പൊ എന്താണ്? കൂടംകുളം കൽപ്പാക്കം രണ്ടും തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാട്, താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര, താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. അത്രയും ക്ലിയർ ആയോ? താരാപൂർ എന്താ? മഹാതാരം അല്ലെ? മഹാതാരം ജയിച്ചു, മഹാതാരം ജയിച്ചു. അപ്പൊ താരാപൂർ ജയ്താപൂർ മഹാരാഷ്ട്ര. ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഇതുപോലെ തന്നെ ചോദ്യം വരുന്ന മറ്റൊരു ഭാഗമാണ് ദേശീയ ജലപാതകൾ. ഇതും നമുക്ക് കൺഫ്യൂഷൻ തരും. ഓക്കെ, NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ NW2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും ചോദിച്ചു കാണുന്നത് ഈ സാധനമാണ് NW3. നമുക്കത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കൊല്ലം കോഴിക്കോട് നമ്മുടെ കേരളം കണക്റ്റഡ് ആണ്. ഓക്കെ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് NW3. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാം. ഏതൊക്കെയാണ്? NW1 അലഹാബാദ് ഹാൽദിയ, അലഹാബാദ് ഹാൽദിയ, അലഹാബാദ് ഹാൽദിയ. NW1 അലഹാബാദ് ഹാൽദിയ. അപ്പൊ 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം എപ്പോഴും നമ്മുടെ A ആണ്. അപ്പൊ A വെച്ച് തുടങ്ങുകയാണ്. അലഹാബാദ്, അലഹാബാദ്. ഓക്കെ, അലഹാബാദ് ഹാൽദിയ, അലഹാബാദ് ഹാൽദിയ. NW1 എപ്പോഴും ഏത് വെച്ച് തുടങ്ങണം? A വെച്ച് തുടങ്ങണം എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ NW1 ഏതാണ്? അലഹാബാദ് ഹാൽദിയ. അപ്പൊ ഡൗട്ട് വരും, NW2 എങ്ങനെ കണക്ട് ചെയ്യുക? സാദിയ ദുബ്രി ആണ്. അതിനെ നമ്മൾ ദൊബ്രി എന്നൊന്ന് ആലോചിച്ച് നോക്കും. ദോ പറഞ്ഞ എന്താ? 2 ആണ് അല്ലേ? ദോ ഏക് ദോ അല്ലേ? അപ്പൊ ദോ എന്താണ്? 2 ആണ്. അപ്പൊ സാദിയ ദുബ്രി, ദുബ്രിനെ ദൊബ്രി എന്ന് ആലോചിച്ചാൽ മതി. ദോ. ഓക്കെ, സാദിയ ദുബ്രി. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. അതിൽ നിങ്ങൾ കൊല്ലം കോട്ടപ്പുറം എന്ന് പഠിച്ചൊരു ഓർമ്മ പലർക്കും ഇപ്പൊ ചിലപ്പോൾ മനസ്സിലുണ്ടാവും. അത് വായിച്ചു കളയണം. കാരണം PSC അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കുറച്ച് കാലമായി എങ്കിലും PSC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ചോദ്യ പേപ്പറുകളിലൊക്കെ കൊല്ലം കോഴിക്കോട് എന്ന് തന്നെയാണ് ആൻസർ വരുന്നത്. ചിലപ്പോൾ ഓപ്ഷൻ എയിൽ കൊല്ലം കോട്ടപ്പുറം കണ്ട് ഇത് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്, ആൻസർ ഇതാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആൻസർ ചെയ്യരുത്. അഥവാ ഓപ്ഷൻ സിയിലോ ഡിയിലോ ഏത് കിടക്കുന്നുണ്ടാവും? NW3 കൊല്ലം കോഴിക്കോട് എന്ന് കിടക്കുന്നുണ്ടാവും. ഇനി അതല്ല, കൊല്ലം കോട്ടപ്പുറം മാത്രമാണ് അവർ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ മിക്കവാറും ആ ചോദ്യം ക്യാൻസൽ ആവും. അങ്ങനെ അത് മാത്രം കൊടുത്താൽ മാത്രം നിങ്ങൾ കൊല്ലം കോട്ടപ്പുറം ആൻസർ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ കൊല്ലം കോഴിക്കോട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോയി കൊല്ലം കോട്ടപ്പുറം കറുപ്പിക്കരുത്. അതെ, മുമ്പ് അത് കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു, പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, നീട്ടി എവിടെ വരാക്കി? കൊല്ലം കോഴിക്കോട് വരാക്കി. ഇനി NW4 ആണ് കാക്കിനഡ പുതുച്ചേരി, കാക്കിനഡ പുതുച്ചേരി. ഇനി ഇതുവരെയുള്ളതൊന്നും നമുക്ക് കണക്ട് ചെയ്യാം. NW1 എപ്പോഴും A വെച്ച് തുടങ്ങണം. അപ്പൊ അലഹാബാദ് ഹാൽദിയ. ഇനി NW2 ഹിന്ദിയിൽ എന്ത് പറയും? ദോ. അപ്പൊ സാദിയ ദോ, ദുബ്രി ദോ, ദുബ്രി അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. സാദിയ ദുബ്രി. NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട്. NW3 കൊല്ലം കോഴിക്കോട്. NW3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് NW3. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതും ആയ ചോദ്യമാണ് ഏത്? NW3 ഏതാണ്? കൊല്ലം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. NW4 കാക്കിനഡ പുതുച്ചേരി, NW5 താൽച്ചർ ദാമ്ര, NW6 ലഖിപൂർ ബംഗ. അപ്പൊ ഒന്നും കൂടെ, NW1 ഏതാണ്? അലഹാബാദ് ഹാൽദിയ. NW2 സാദിയ ദോ. NW2 ആണ്. അപ്പൊ ദോ, ദുബ്രി അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. സാദിയ ദുബ്രി. NW3 കൊല്ലം കോഴിക്കോട്. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. NW4 ആണ് കാക്കിനഡ പുതുച്ചേരി. NW5 ഏതാണ്? താൽച്ചർ ദാമ്ര ലഖിപൂർ. NW6 ആണ് ലഖിപൂർ ബംഗ. NW6 ലഖിപൂർ ബംഗ. ഓക്കെ, അപ്പൊ NW1 ഒന്നുകൂടെ പറ. അലഹാബാദ്. NW1 എപ്പോഴും ഏത് വെച്ച് തുടങ്ങണം? A വെച്ച് തുടങ്ങണം. A. അലഹാബാദ് ഹാൽദിയ. NW2 ആണെങ്കിൽ ദോ വെച്ച് കണക്ട് ചെയ്യുക. ദോ എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്യുക. ദോ എന്താണ്? 2 ആണ്. ദോ 2. ഓക്കെ, 2. NW2 എന്താണ്? സാദിയ ദുബ്രി എന്നുള്ളതിനെ ദൊബ്രി എന്നാക്കി നോക്ക്. ദുബ്രി. ഓക്കെ, അപ്പൊ ദുബ്രി. അപ്പൊ NW2 സാദിയ ദുബ്രി. NW3 കൊല്ലം കോഴിക്കോട് അല്ലെ? NW3 തെറ്റില്ലല്ലോ. NW3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും ചോദ്യം വരും. അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെന്ന് ചോദ്യം വരും. എങ്ങനെ വന്നാലും ആൻസർ കിട്ടണം.
NW3 ഏതാണ്? കൊല്ലം കോഴിക്കോടാണ്. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. NW4 കാക്കിനഡ പുതുച്ചേരി. NW5 താൽച്ചർ ധാമ്ര. NW5 ഏതാണ്? താൽച്ചർ ധാമ്ര. NW6 ലഖിപൂർ ബംഗ. ലഖിപൂർ ബംഗയാണ് ഏത്? NW6. ഓക്കെ, ഇനി അങ്ങോട്ട് ചോദ്യം, അതായത് താഴെ നിന്ന് മേലോട്ട് പോവുക. NW6 ഏതാണ്? ലഖിപൂർ ബംഗ. NW5 ഏതാണ്? താൽച്ചർ ധാമ്ര. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി. NW3 നമുക്കൊക്കെ അറിയും, അതേതാണ്? കൊല്ലം കോഴിക്കോട്. കൊല്ലം കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോടാണ്. കോട്ടപ്പുറം മനസ്സിലുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയണം. കോഴിക്കോട് ഇല്ല, അല്ല സോറി, കോഴിക്കോടല്ല, കോട്ടപ്പുറം മനസ്സിലുണ്ടെങ്കിൽ മായ്ച്ചു കളയുക. കോഴിക്കോട് ആക്കിയിട്ടുണ്ട്, അപ്പൊ കോഴിക്കോട് മാത്രം ഇനി ഉണ്ടാവാൻ പാടുള്ളൂ. കൊല്ലം കോഴിക്കോടാണ്, കൊല്ലം കോട്ടപ്പുറം അല്ല. ഇനി മുതൽ കൊല്ലം കോട്ടപ്പുറം അല്ല നമ്മുടെ ആൻസർ, കൊല്ലം കോഴിക്കോടാണ്. പിന്നെ ദോ വെച്ച് കണക്ട് ചെയ്താൽ NW2 കിട്ടും. സാദിയ ദുബ്രി അല്ലെങ്കിൽ ദൊബ്രി എന്ന് കണക്ട് ചെയ്യുക, സാദിയ ദുബ്രിയാണ്. NW1 അലഹാബാദ് ഹാൽദിയ. അലഹാബാദ് എ വെച്ച് കണക്ട് ചെയ്യുക, ആദ്യത്തെ എ വെച്ച് തുടങ്ങണം. അപ്പൊ അലഹാബാദ് ഹാൽദിയ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ദേശീയ ജലപാതകൾ കിട്ടി. പിന്നെ ആണവ നിലയങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാം. കൈഗ എവിടെയാണ്? കൈഗ കാ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? കൈഗ കർണാടക, അതും കാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. കൈഗ കർണാടക. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്ത്. കക്രപ്പാറ ഗുജറാത്ത്. നറോറ എവിടെയാണ്? നറോറ വെച്ച് കണക്ട് ചെയ്താൽ മതി, ഉത്തർപ്രദേശാണ്. നറോറ വെച്ച് കണക്ട് ചെയ്യുക, നറോറ ഉത്തർപ്രദേശ്. പിന്നെ താരാപൂർ ജയ്താപൂർ എവിടെയാണ്? അത് മഹാരാഷ്ട്രയിൽ. മഹാതാരം ജയിച്ചുല്ലേ, മഹാരാഷ്ട്രയിലാണ് താരാപൂർ ജയ്താപൂർ. ഓക്കെ, അതും കിട്ടും. താരാപൂർ ജയ്താപൂർ കിട്ടും. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? രാജാവിനെ വെച്ച് കണക്ട് ചെയ്ത് എന്തോ പഠിച്ചല്ലോ, എന്താണ്? കോട്ട. അപ്പൊ ഏതാണ്? കോട്ട റാവത്ത് പട്ട് എവിടെയാണ്? രാജസ്ഥാനിലാണ്. കോട്ട റാവത്ത് പട്ട് രാജസ്ഥാൻ. ഓക്കെ, കോട്ട റാവത്ത് പട്ട് രാജസ്ഥാൻ. പിന്നെ ഏതാണ് വിട്ടുപോയത്? കൂടംകുളം കൽപ്പാക്കം. നീ ഇന്ത പക്കം പാടാ അന്ത പക്കം പോടാന്ന് വെച്ച് കണക്ട് ചെയ്താൽ കൂടംകുളം കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാടാണ്. കൂടംകുളം കൽപ്പാക്കം തമിഴ്നാടു. ഓക്കെ, കൂടംകുളം കൽപ്പാക്കം തമിഴ്നാടാണ്. അത്രയും കണക്റ്റഡ് ആണ്. പിന്നെ കോട്ട വെച്ചിട്ട് തന്നെ നമ്മൾ വേറൊന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തന്നു, ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ കോട്ട വെച്ച് എന്താണ് കണക്ട് ചെയ്തത്? ശാസ്താംകോട്ട കായലാണ് അല്ലേ? ശാസ്താംകോട്ട കായലാണ് നമ്മൾ കോട്ട വെച്ച് കണക്ട് ചെയ്തത്. ശാസ്താംകോട്ട, അവിടെ ശാസ്താംകോട്ട, ഈ കോട്ട എന്നുള്ള വാക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ശാസ്താംകോട്ട. ഓക്കെ, ശാസ്താംകോട്ട കായലാണ് നമ്മൾ കണക്ട് ചെയ്തത്. എങ്ങനെയാണ് കോട്ടയായിട്ട് കണക്ട് ചെയ്തത്? നേരത്തെ നമ്മൾ കോട്ട റാവത്ത് ഭട്ട് ആണവ നിലയം എവിടെയെന്ന് ചോദിച്ചാൽ രാജാവിന്റെ കോട്ട എന്ന് കണക്ട് ചെയ്ത് നമ്മൾ രാജസ്ഥാൻ പഠിച്ചു. അതുപോലെ തന്നെ ഈ കോട്ട വെച്ചിട്ട് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചോദ്യം വന്നാലാണ് ഏത് കോട്ട കണക്ട് ചെയ്യേണ്ടത്? കായലുകളുടെ രാജ്ഞി എവിടെ ഉണ്ടാവും? കോട്ടയിൽ ഉണ്ടാവും അല്ലേ? രാജാവും രാജ്ഞിയൊക്കെ കോട്ടയിലാണ് ഉണ്ടാവുക. അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, ശാസ്താംകോട്ട. പിന്നെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്താണ്? ഫോർട്ട് എന്ന് ആലോചിച്ചാൽ മതി. ഫോർട്ട്, കോട്ട വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എഫ് ഫോർട്ട് ആണ്. അപ്പൊ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലുകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാലും ശുദ്ധജലത്തിൽ ഷാ ഉണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തോടെ. ശുദ്ധജലത്തിൽ ഷാ, ശുദ്ധജലം. ഓക്കെ, ശുദ്ധജലം രണ്ടിലും ഷാ ഉണ്ട്. ഓക്കെ, അപ്പൊ ശുദ്ധജലം ശാസ്താംകോട്ടയാണ്. രണ്ടും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ശുദ്ധജലം ശാസ്താംകോട്ട. ഓക്കെ, ശുദ്ധജലം ശാസ്താംകോട്ട അങ്ങനെ കണക്ട് ചെയ്തൂടെ. പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള അല്ലെ? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത്. ഈ അഷ്ടമുടിക്കായലാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ പെരുമൺ തീവണ്ടി ദുരന്തം. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. 1988 പെരുമൺ തീവണ്ടി ദുരന്തം. ഏതിലാണ്? അഷ്ടമുടിക്കായലിലാണ് പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത്. അതൊക്കെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ കായലുകളെ കുറിച്ചുള്ള പഠനമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് കായലുകളെ കുറിച്ചുള്ള പഠനം? ലിംനോളജിയാണ്. പിന്നെ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. പിന്നെ ഏതാണ്? കറുത്ത മണ്ണാണ് റിഗർ ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അത് പഠിച്ചു വെക്കണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്, അഥവാ ചെങ്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. ഓക്കെ, കറുത്ത മണ്ണ് എവിടെ? ഈ ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചോദ്യം വരാറുണ്ട്. അത് കറുത്ത മണ്ണാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് അല്ലെ? കറുത്ത മണ്ണ് കൂടുതലായും കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ കൂടുതലായും എന്ത് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. കേരളത്തിൽ കറുത്ത മണ്ണ് കൂടുതലായും കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അല്ലെ? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഈ പരുത്തി എന്താണ് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തിയാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തിയാണ്. ഓക്കെ, പരുത്തി, കരിമ്പ് എന്നിവയുടെയൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്?
പരുത്തി, കരിമ്പ് എന്നിവയുടെ അത് കറുത്ത മണ്ണാണ് കേട്ടോ, അഥവാ ബ്ലാക്ക് സോയിലാണ് പരുത്തി, കരിമ്പ് എന്നിവയുടെ. ഇനി അഥവാ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനെ ചോദിക്കുകയാണെങ്കിൽ അത് പീറ്റ് മണ്ണാണ്. ഓക്കെ, പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത്. അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനെ ചോദിക്കുകയാണെങ്കിൽ നെൽകൃഷിക്ക് നെല്ല്, അല്ലു, ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് തരാം. നെല്ല്, അല്ലു എന്ന് കണക്ട് ചെയ്താൽ നെല്ല്, അല്ലു. ഓക്കെ, ഉല്ലു ഇത് വെച്ച് കണക്ട് ചെയ്യാം. നെല്ല്, അല്ലു അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നെല്ല്, അല്ലു എന്ന് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമായ, കേരളത്തിലല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമായ എക്കൽ മണ്ണ്. കേരളത്തിൽ ഏതാണ്? ചെങ്കൽ മണ്ണാണ്. അതുവരെ കണക്ട് ആയാലോ, കിട്ടിയല്ലോ. പിന്നെ മണ്ണ് വർഷം ചോദിച്ചാൽ 2015 മണ്ണ് ദിനമാണെങ്കിൽ December 5 കേട്ടോ. December 5 ഈ ഡേറ്റ് പഠിക്കണം. December 5 December 15 എന്ന് ഓപ്ഷൻ തന്നാൽ അത് പോയിട്ട് ശരിയാക്കരുത്, തെറ്റാണ്. ഓക്കെ, December 15 തെറ്റാണ്. December 5 നമ്മുടെ ഉത്തരം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങളും കണക്ട് ചെയ്ത് പറഞ്ഞു തന്നതൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയാലും അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളായാലും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. മണ്ണിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കണം. മണ്ണിനെ കുറിച്ചുള്ള ടോപ്പിക് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്, ഫലഭൂഷ്ടി കൂടിയതും ജൈവാംശം കൂടിയ മണ്ണിനും അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാണ്ട് സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മണ്ണിനെ കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചു, പെഡോളജിയാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ആലോചിക്കാൻ കണക്ഷനൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് നമ്മൾ ചെറുപ്പത്തിൽ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ നമ്മുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ എന്നാലേക്കും. പെടുവോ, അല്ലെങ്കിൽ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താലേക്കും? നല്ല പെട കിട്ടും. നമ്മുടെ മുമ്പിൽ നിന്ന് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. അത് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും എന്ന് കണക്ട് ചെയ്താൽ പെഡോളജി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് ജനിക്കുകയാണ്. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ മണ്ണ് ജനിക്കുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പെഡോജെനിസിസ്, ജനിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും കണക്ട് ചെയ്തിട്ടും അതുപോലെ കോഡുകളിലൂടെയും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഓരോന്നും പഠിച്ചു പോവാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ഇനി ഇങ്ങനത്തെ ക്ലാസ് ഇനിയും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്